ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോംവർക്ക് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. 7ാമത്തെ അധ്യായമാണ് ടീച്ചർ പഠിപ്പിച്ചു തുടങ്ങിയത്. ചേഞ്ചസ് റോഡ് ബൈ അയൺ, ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു ചെറിയ പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് തന്ന ഇന്ത്യയുടെ ഒരു ഭൂപടമാണ്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇതുപോലെ ഇന്ത്യയുടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭൂപടത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. കുറച്ച് വരകളൊക്കെ കാണുന്നുണ്ടല്ലേ, അതായത് നദികളാണ് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കുറച്ച് നദികൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ നദികളാണെന്നൊന്ന് വായിച്ച് നോക്കിയേ. സിന്ധു, അതുപോലെ തന്നെ ഗംഗ, ബിയാസ്, സത്ലജ്, രവി, ചലം, ചിനാബ് അല്ലേ. ഇംഗ്ലീഷിൽ ഇൻഡസ് എന്നാണ് സിന്ധു നദിക്ക് പറയുക. അതുപോലെ തന്നെ ഗംഗ, ബിയാസ്, രവി, സത്ലജ്, ചലം ആൻഡ് ചിനാബ്. അപ്പോൾ പ്രധാനപ്പെട്ട നദികൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നദികളെക്കുറിച്ച് പറയുമ്പോൾ ഇവ ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ വിചാരിക്കുക, ഈ ഒരു ഭൂപടം നോക്കിയിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ നദി, സിന്ധു നദി ഇന്ത്യയുടെ ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗംഗ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയണം. അപ്പോൾ ഏത് ഭാഗത്താണെന്ന് പറയണമെങ്കിൽ നമുക്കൊരു ഡയറക്ഷൻ പറയണം അല്ലേ, ഏത് ദിശയിലാണ് എന്ന് പറയണം. ഇത്തരത്തിൽ നമ്മൾ ഡയറക്ഷൻ എങ്ങനെയാണ് സാധാരണ പറയുക? നമ്മൾ മലയാളത്തിലാണെങ്കിൽ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇങ്ങനെയാണ് പറയുക അല്ലേ. ഇംഗ്ലീഷിൽ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ ഈ ഒരു ദിശ വെച്ചിട്ടാണ് നമ്മൾ ഈ നദികൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഈ വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് മാത്രമല്ല, അതിനിടയിലും കൂടെ ചില ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. അവയെ നമ്മൾ പറയുക, ഇപ്പോൾ വടക്കിനും പടിഞ്ഞാറിനും ഇടയിലാണെങ്കിൽ അതിനെ വടക്ക് പടിഞ്ഞാറ് എന്നും, വടക്കിനും കിഴക്കിനും ഇടയിൽ വരുന്ന ഭാഗത്തെ നമ്മൾ വടക്ക് കിഴക്കെന്നും, കിഴക്കിനും തെക്കിനും ഇടയിൽ വരുന്നത് തെക്ക് കിഴക്ക്. ഓക്കെ, അതുപോലെ തന്നെ തെക്ക് ഭാഗത്തിനും പടിഞ്ഞാറ് ഭാഗത്തിനും ഇടയിലുള്ളത് തെക്ക് പടിഞ്ഞാറ് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പം നോർത്തിനും അതുപോലെ തന്നെ വെസ്റ്റിനും ഇടയിലാണെങ്കിൽ അത് നോർത്ത് വെസ്റ്റ് എന്നറിയപ്പെടും. നോർത്തിനും ഈസ്റ്റിനും ഇടയിലുള്ള പാർട്ട് നോർത്ത് ഈസ്റ്റ് ആണ്. ഈസ്റ്റിനും സൗത്തിനും ഇടയിലുള്ളത് സൗത്ത് ഈസ്റ്റ് ആണ്. അതുപോലെ തന്നെ സൗത്തിനും വെസ്റ്റിനും ഇടയിലുള്ള ഭാഗത്തെ നമ്മൾ സൗത്ത് വെസ്റ്റ് എന്നും പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി അതിൻ്റെ ദിശ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, നിങ്ങൾ കണ്ട ഭൂപടം തന്നെയാണ്, അതിലെ ഡയറക്ഷൻ കൂടെ വരച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, സിന്ധു നദി എവിടെയായിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അല്ലേ. സിന്ധു നദി ഇവിടെയാണ് കാണുന്നത്. അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റിൽ കാണപ്പെടുന്ന നദിയാണ് സിന്ധു. ഇനി ഇവിടെ കുറച്ച് വേറെ നദികൾ തന്നിട്ടുണ്ട് അല്ലേ, അവയൊക്കെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ നമുക്ക് പറയാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള നദികൾ ഏതെല്ലാമാണ്? വിച്ച് അമംഗ് ദീസ് റിവേഴ്സ് ഫ്ലോ ത്രൂ ദ നോർത്ത് വെസ്റ്റ് റീജിയൺ ഓഫ് ഇന്ത്യ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉത്തരം പറയാം അല്ലേ. നോർത്ത് വെസ്റ്റിൽ ഏതൊക്കെ നദികളാണ് വരുന്നത്? സിന്ധു, അതുപോലെ തന്നെ ചലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ് അല്ലേ. ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ ആ ഉത്തരങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. അതായത് സിന്ധു നദി ഉൾപ്പെടെയുള്ള 6 നദികളാണ് വരുന്നത്. ഇവയെ നമ്മൾ പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദികളാണ് അല്ലെങ്കിൽ ട്രൈബ്യൂട്ടറീസ് ആണ് ഇവ. ഓക്കെ, ഇവയിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ളവ ഏതെല്ലാമാണ്? അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ. സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണ് അവ. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ഹാരപ്പൻ സംസ്കാരം വളർന്നു വന്നത് ഈ നദീതടത്തിലായിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഈ സോഷ്യൽ സയൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആ ഹാരപ്പൻ സംസ്കാരമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാരപ്പൻ സംസ്കാരം വളർന്നത് ഈ നദീതടങ്ങളിലാണ്. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ആര്യന്മാർ എന്നറിയപ്പെടുന്ന ഒരു ജനവിഭാഗം ഈ പ്രദേശത്ത് കുടിയേറി.
വേദങ്ങളിൽ നിന്നാണ് ഇവരെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. വേദഭാഷ സംസ്കൃതമായിരുന്നു. വേദങ്ങൾ വാമൊഴിയായാണ് ആദ്യകാലങ്ങളിൽ പ്രചരിച്ചിരുന്നത്. വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്ന് അറിയപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സിന്ധുവും അതിൻ്റെ പോഷക നദികളുമാണുള്ളത്. അവയുടെ തീരത്ത് വളർന്നു വന്ന സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുൻപാണ്? 3500 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു പ്രത്യേക ജനവിഭാഗം കുടിയേറി പാർത്തു. ആ ജനവിഭാഗത്തെ വിളിച്ച പേര് ആര്യന്മാർ എന്നാണ്. ഓക്കെ, ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ഏതിൽ നിന്നാണ്? വേദങ്ങളിൽ നിന്നാണ്. ഓക്കെ, വേദങ്ങൾ ഏതു ഭാഷയിലുള്ളതാണ്? സംസ്കൃതത്തിലാണ് ഉള്ളത്. വേദങ്ങൾ ആദ്യകാലങ്ങളിൽ എഴുതി വയ്ക്കപ്പെട്ടിരുന്നില്ല, പകരം വാമൊഴിയായിട്ടാണ് പ്രചരിച്ചത്. എന്താണ് വാമൊഴി എന്ന് പറഞ്ഞാൽ? നമ്മുടെ കഴിഞ്ഞ തലമുറകളിൽ നിന്ന് നമ്മളിലേക്ക് പറഞ്ഞു വരുന്ന കാര്യങ്ങൾ, അതാണ് വാമൊഴി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ വേദങ്ങളിൽ പരാമർശിച്ചിരുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തെ വേദകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇംഗ്ലീഷിലാണെങ്കിൽ വിച്ച് അമംഗ് ദം ഫ്ലോ ത്രൂ ദ നോർത്ത് വെസ്റ്റ് റീജിയൺ ഓഫ് ഇന്ത്യ. നോർത്ത് വെസ്റ്റ് റീജിയനിലൂടെ ഒഴുകുന്നത് ഏതെല്ലാമാണ്? ദേ ആർ ദ റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ടറീസ്. അപ്പം സിന്ധു നദി അല്ലെങ്കിൽ ഇൻഡസ് എന്നാണ് ഇംഗ്ലീഷ് പറയുക. ഇൻഡസ് നദിയും അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസുമാണ് അതിൽ ഒഴുകുന്നത്, പോഷക നദികൾ. The Harappan civilization that we discussed earlier had flourished along this river basins. ഈ റിവർ ബേസിൻസിലാണ് ഹരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ആയത്. അറൌണ്ട് 3500 years ago, a group of people, namely Aryans, migrated to this region. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് ആര്യൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുടിയേറി പാർക്കുക അല്ലേ. The Vedas provide us information about them. അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വേദാസിൽ നിന്നാണ്, വേദങ്ങളിൽ നിന്നാണ്. The Vedas are composed in Sanskrit language. അത് എഴുതിയിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ്. In the earlier period, the Vedas were passed orally from generation to generation. ആദ്യ കാലഘട്ടങ്ങളിൽ വേദങ്ങളിൽ എങ്ങനെയാണ് കൈമാറിയിരുന്നത്? തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ഓറലായിട്ടെന്ന് പറഞ്ഞാൽ വാമൊഴി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. The period during which the human life as depicted in the Vedas existed is known as the Vedic period. അപ്പം വേദങ്ങളിൽ പറയുന്ന മനുഷ്യ ജീവിതം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തെ വേദിക് പീരിയഡ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഞാനിതിങ്ങനെ വിശദമായിട്ട് വായിച്ച് പിന്നെയും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത പാർട്ടാണ്, ഇംഗ്ലീഷുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരാതിരിക്കാനാണ് ഇത് വായിച്ച് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ പല പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കണം. ഇനി അപ്പോൾ വേദകാലം എന്താണെന്ന് ഇപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലായില്ലേ. വേദങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന മനുഷ്യജീവിതം നിലനിന്നിരുന്ന കാലം വേദകാലം എന്നറിയപ്പെടുന്നു, വേദിക് പീരിയഡ്. ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് ദ ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദ വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദ വേദിക് പീരിയഡ്. ഓക്കെ, ഇനി നമ്മുടെ ഒരു വർക്ക്ഷീറ്റ്, എൻ്റെ ഉത്തരം ക്ലാസ്സിൽ നിന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഇത് എഴുതിയെടുക്കണം. ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത ജനവിഭാഗം, അവരുടെ പേരാണ് എഴുതേണ്ടത്. നെയിം ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു വെർ മൈഗ്രേറ്റഡ് ടു ദ ഇൻഡസ് വാലി റീജിയൻ അറൌണ്ട് 3500 years ago. ആരായിരുന്നു അത്? ആര്യന്മാർ അല്ലേ, ആര്യൻസ്. അടുത്ത ചോദ്യം, ആര്യന്മാരെ കുറിച്ച് വിവരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഫ്രം വിച്ച് സോഴ്സസ് വി ഗോട്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ആര്യൻസ്. എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വേദങ്ങളിൽ നിന്ന് അല്ലേ, വേദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആ കാലഘട്ടം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ദാറ്റ് പീരിയഡ് ഈസ് നോൺ ആസ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആര്യന്മാർ ജീവിച്ചിരുന്ന ആ കാലഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വേദകാലം അല്ലെങ്കിൽ വേദിക് പീരിയഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുള്ള 3 ചോദ്യങ്ങളാണിത് കേട്ടോ. ഇനി ഈ വേദകാലത്തെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ചാർട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. വേദകാലം എന്ന് മുതൽ എന്ന് വരെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. 1500 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ വേദകാലം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ 2 കാലഘട്ടം ഉണ്ടായിരുന്നു, ഋഗ്വേദകാലവും പിൽക്കാല വേദകാലവും. ഋഗ്വേദകാലം എന്ന് പറയുന്നത് 1500 മുതൽ 1000 വരെ BC ആ കാലഘട്ടമായിരുന്നു. 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദകാലം. എന്നാൽ പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ്. ഓക്കെ,
ഋഗ്വേദ കാലഘട്ടത്തിലുണ്ടായിരുന്നത് ഋഗ്വേദമാണ്. പിൽക്കാല വേദകാലത്തിൽ സാമവേദവും യജുർവേദവും അഥർവവേദവുമാണ് ഉണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. വേദിക് പീരിയഡ് എവിടെ നിന്നായിരുന്നു? ഇൻ ബിറ്റ്വീൻ 1500 BC ടു 600 BC. രണ്ട് രീതിയിലായിരുന്നു, രണ്ട് പീരിയഡ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു? ഋഗ്വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ്. ഋഗ്വേദിക് പീരിയഡ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 1500 BC ടു 1000 BC അല്ലേ. ലേറ്റർ വേദിക് പീരിയഡ് എന്ന് പറയുന്നത് 1000 BC ടു 600 BC. ഋഗ്വേദിക് പീരിയഡിൽ ഉണ്ടായിരുന്നതാണ് ഋഗ്വേദം. ആൻഡ് ലേറ്റർ വേദിക് പീരിയഡിൽ ഉണ്ടായിരുന്നത് സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ഓക്കെ, അപ്പോൾ എന്തെല്ലാം വിവരങ്ങളാണ് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? എന്തൊക്കെയാണ്? BC 1500 മുതൽ BC 600 വരെയുള്ള കാലമാണ് വേദകാലം. അത് മനസ്സിലായി അല്ലേ. വേദകാലത്തെ ഋഗ്വേദകാലം, പിൽക്കാല വേദകാലം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ആദ്യം രചിച്ച വേദം ഋഗ്വേദമാണ്. അതും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലേ. ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന ജീവിതം നിലനിന്ന കാലം ഋഗ്വേദകാലം എന്ന് അറിയപ്പെടുന്നു. BC 1500 മുതൽ BC 1000 വരെയുള്ള കാലമാണ് ഋഗ്വേദകാലം. സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവയിൽ പരാമർശിക്കുന്ന ജീവിതം നിലനിന്നിരുന്ന കാലം പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നു. BC 1000 മുതൽ BC 600 വരെയുള്ള കാലമാണ് പിൽക്കാല വേദകാലം. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം അല്ലേ. വാട്ട് ഇൻഫർമേഷൻ ഡു യു ഒബ്റ്റെയിൻ ഫ്രം ദ ചാർട്ട്? എന്തൊക്കെയാണ്? ദ പീരിയഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 600 BC ഈസ് നോൺ ആസ് ദ വേദിക് പീരിയഡ്. വേദിക് പീരിയഡ് എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു എന്ന് മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി? വേദിക് പീരിയഡ് ഈസ് ഡിവൈഡഡ് ആസ് ഋഗ്വേദിക് പീരിയഡ് ആൻഡ് ലേറ്റർ വേദിക് പീരിയഡ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഋഗ്വേദ ഈസ് ദ ഏർലിയസ്റ്റ് എമംഗ് ദ വേദാസ്. വേദങ്ങളിൽ ഏറ്റവും പഴയത് എന്ന് പറയുന്നത് ഋഗ്വേദയാണ്. അതുപോലെ തന്നെ ദ പീരിയഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ഋഗ്വേദ ഈസ് നോൺ ആസ് ഋഗ്വേദിക് പീരിയഡ്. ഋഗ്വേദയിൽ പരാമർശിച്ചിരിക്കുന്ന ഹ്യൂമൻ ലൈഫ്, മനുഷ്യജീവിതം ഉണ്ടായിരുന്ന കാലഘട്ടം ഋഗ്വേദിക് പീരിയഡ് എന്ന് അറിയപ്പെടുന്നു. ദ പീരിയഡ് ബിറ്റ്വീൻ 1500 BC ആൻഡ് 1000 BC ഈസ് നോൺ ആസ് ദ ഋഗ്വേദിക് പീരിയഡ്. 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടമാണ് ഋഗ്വേദിക് പീരിയഡ്. The period of human life described in the Samaveda, Yajurveda and Atharvaveda is known as the later Vedic period. മറ്റ് 3 വേദങ്ങൾ ഏതൊക്കെയാണ്? സാമവേദ, യജുവേദ ആൻഡ് അഥർവവേദ. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന ഭാഗമാണ് ലേറ്റർ വേദിക് പീരിയഡ്. The period between 1000 BC and 600 BC is known as the later Vedic period. 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടമാണ് ലേറ്റർ വേദിക് പീരിയഡ്. ഇത്രയും കാര്യങ്ങൾ ആ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇനി ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. കർഷകർ പ്രാർത്ഥിച്ചത് കാലികളെ കിട്ടാനായിരുന്നു. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ പിടിച്ചെടുക്കാനായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ പ്രതിഫലമായി ലഭിക്കാനായിരുന്നു. ദ ഫാമേഴ്സ് പ്രേയർഡ് ഫോർ ദ ഇൻക്രീസ് ഓഫ് കാറ്റിൽ. ദ വാരിയേഴ്സ് എക്സ്പെക്റ്റഡ് കാറ്റിൽ ആസ് ബൂട്ടി ആൻഡ് ദ സാക്രിഫിഷ്യൽ പ്രീസ്റ്റ് വാസ് റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്. എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ശ്രമിക്കുന്നത്, അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലേ. ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടിയാണ്. ഒരാൾ ബിസിനസ് ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണ്. അതൊക്കെ എത്ര രൂപ കിട്ടും, എത്ര രൂപ സമ്പാദിക്കാം, അതിനെ ബേസ് ചെയ്താണ് പോകുന്നത് അല്ലേ. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ കർഷകർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അവർക്ക് കന്നുകാലികളെ കിട്ടാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ യുദ്ധങ്ങൾ നടന്നത് കന്നുകാലികൾക്ക് വേണ്ടിയായിരുന്നു. പുരോഹിതന്മാർ യാഗങ്ങൾ നടത്തിയത് കന്നുകാലികളെ ലഭിക്കാനായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്ത് എന്ന് പറയുന്നത് കന്നുകാലികളായിരുന്നു. അല്ലെങ്കിൽ അവയെ ഡിപ്പെൻഡ് ചെയ്താണ് അന്ന് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന തൊഴിലെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. ഋഗ്വേദ കാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. അതോടൊപ്പം കൃഷിയും ചെയ്തിരുന്നു. ബാർലി ആയിരുന്നു പ്രധാന വിള. കാലികളെ മേച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം ഗോത്രം എന്നറിയപ്പെട്ടു.
ഇങ്ങനെയുള്ള ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ രാജൻ എന്നറിയപ്പെട്ടിരുന്നു. കന്നുകാലികൾക്ക് വേണ്ടി ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. ഗോത്രങ്ങൾ തമ്മിലും ഗോത്രങ്ങളും ആര്യന്മാരല്ലാത്തവരും തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു. കുതിരകളും ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടുമുള്ള ആയുധങ്ങളും ആര്യന്മാർക്കുണ്ടായിരുന്നു. അവയുടെ സഹായത്താൽ ആര്യന്മാരല്ലാത്തവരെ അവർ കീഴടക്കി. കീഴടക്കപ്പെട്ടവർ ദാസന്മാരെന്നും ദസ്യുക്കൾ എന്നും അറിയപ്പെട്ടു. അവരുടെ കന്നുകാലികളെ ആര്യന്മാർ കൈക്കലാക്കി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വായിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു അല്ലേ, ഋഗ്വേദ കാലത്ത് കന്നുകാലികളായിരുന്നു അവരുടെ സമ്പത്ത്. പിന്നെ അന്നത്തെ പ്രധാന തൊഴിൽ അപ്പോൾ എന്തായിരിക്കും? കന്നുകാലി വളർത്തലായിരിക്കും അല്ലേ. മറ്റൊരു കാര്യം കൂടെ അവർ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ്? കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിള? ബാർലി അല്ലേ. പിന്നെ കന്നുകാലികളെ മേയിച്ച് നടന്ന ആര്യന്മാരുടെ കൂട്ടം ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെട്ടത്. എങ്ങനെയാണ് അവർ അറിയപ്പെട്ടത്? ഗോത്രം എന്നാണ് അറിയപ്പെട്ടത് അല്ലേ. ഗോത്രത്തിൻ്റെ തലവനെ എങ്ങനെയാണ് അറിയപ്പെട്ടത്? രാജൻ എന്നാണ് ഗോത്രത്തിൻ്റെ തലവനെ വിളിച്ചിരുന്നത്. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഗോത്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്? കന്നുകാലികൾക്ക് വേണ്ടി അല്ലേ. ഗോത്രങ്ങൾ തമ്മിൽ മാത്രമാണോ സംഘർഷങ്ങൾ ഉണ്ടായത്? അല്ല, ഗോത്രങ്ങൾ തമ്മിലും ആര്യന്മാരല്ലാത്തവർ തമ്മിലും യുദ്ധങ്ങൾ നടന്നിരുന്നു അല്ലേ. പക്ഷെ ആര്യന്മാരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുതിരകൾ ഉണ്ടായിരുന്നു, ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ അവർ അല്ലാത്തവരെ പെട്ടെന്ന് തന്നെ കീഴടക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കീഴടക്കപ്പെട്ടവരെ ഏതു പേരിലാണ് അവർ അറിയപ്പെട്ടത്? ദാസന്മാർ, ദസ്യുക്കൾ അല്ലേ. അവരുടെ കന്നുകാലികളെയൊക്കെ ആര്യന്മാർ കൈക്കലാക്കി. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. During the Rigvedic period, cattle were considered to be the most important form of wealth. ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്തായിട്ട് അന്ന് കരുതിയിരുന്നത് കാറ്റിലാണ് അല്ലെ, കന്നുകാലികളാണ്. ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിംഗ്. കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു പ്രധാനപ്പെട്ട ജോലി. പീപ്പിൾ വെർ ഓൾസോ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ. കൃഷിയും ആളുകൾ ചെയ്തിരുന്നു. ദ മെയിൻ ക്രോപ്പ് വാസ് ബാർലി. പ്രധാനപ്പെട്ട വിള ബാർലി ആയിരുന്നു. ദ ഗ്രൂപ്പ്സ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ വെർ നോൺ ആസ് ട്രൈബ്സ്. ഇത്തരത്തിൽ കാറ്റിലിനെ വളർത്തി നടന്ന കൂട്ടങ്ങളെ, ആര്യന്മാരുടെ ഗ്രൂപ്പുകളെ വിളിച്ചിരുന്നത് ട്രൈബ്സ് എന്നാണ്. ഗോത്രങ്ങൾ അല്ലെങ്കിൽ ട്രൈബ്സ്. ദ ചീഫ്റ്റെയിൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ എന്തറിയപ്പെട്ടു? രാജൻ എന്നറിയപ്പെട്ടു. ദ ട്രൈബ്സ് ഫോർട്ട് ഈച്ച് അതർ ഫോർ ദ പൊസിഷൻ ഓഫ് കാറ്റിൽ. ഈ കന്നുകാലികളുടെ ഉടമസ്ഥതയ്ക്ക് വേണ്ടി ഇവർ ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു. There were battles among different Aryan tribes as well as between the Aryans and the non-Aryans. ആര്യന്മാരുടെ ഗോത്രങ്ങൾ തമ്മിലും യുദ്ധങ്ങൾ നടന്നു, പുറത്തുള്ളവരുമായിട്ടും യുദ്ധങ്ങൾ നടന്നു. The Aryans possessed horses and weapons made for copper and bronze. ആര്യൻസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹോഴ്സസ്, കുതിരകൾ ഉണ്ടായിരുന്നു. വെപ്പൺസ് ഉണ്ടായിരുന്നു, കോപ്പർ കൊണ്ടും ബ്രോൺസ് കൊണ്ടും നിർമ്മിച്ച ആയുധങ്ങൾ ഉണ്ടായിരുന്നു. വിത്ത് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ദേ കൺക്വേർഡ് ദ നോൺ ആര്യൻസ്. ഇതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആര്യന്മാരല്ലാത്തവരെ കീഴടക്കി. ദ സബ്ജഗേറ്റഡ് പീപ്പിൾ വെർ നോൺ ആസ് ദാസാസ് ഓർ ദസ്യൂസ്. ഇത്തരത്തിൽ കീഴടക്കപ്പെട്ടവരെങ്ങനെ അറിയപ്പെട്ടു? ദാസാസ് അല്ലെങ്കിൽ ദസ്യൂസ് എന്നറിയപ്പെട്ടു. ആര്യൻസ് ക്യാപ്ചേർഡ് ദ കാറ്റിൽ ഓഫ് ദ ഡിഫീറ്റഡ് നോൺ ആര്യൻസ്. ഇങ്ങനെ തോൽപ്പിക്കപ്പെട്ട ആര്യന്മാരല്ലാത്തവരിൽ നിന്നും അവരുടെ കാറ്റിലിനെ ഇവർ പിടിച്ചെടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ വായിച്ചതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഋഗ്വേദ കാലത്തെ സമ്പത്ത് കന്നുകാലികളായിരുന്നു. കാറ്റിൽ വെർ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത് ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരിയഡ് അല്ലേ. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലായിരുന്നു. ദ മെയിൻ ഒക്യുപ്പേഷൻ വാസ് കാറ്റിൽ റിയറിംഗ്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അവരുടെ പ്രധാന കാർഷിക വിള ബാർലി ആയിരുന്നു. ദെയർ മെയിൻ ക്രോപ്പ് വാസ് ബാർലി അല്ലേ. പിന്നെയോ കാലികളെ മേച്ച് നടന്ന അവർ ഗോത്രം എന്നറിയപ്പെട്ടു. അവരുടെ ഓരോ കൂട്ടങ്ങളും ഗോത്രം എന്ന് അറിയപ്പെട്ടു. ദ ഗ്രൂപ്പ് ഓഫ് ആര്യൻ ഹു റിയർഡ് കാറ്റിൽ വെർ നോൺ ആസ് ട്രൈബ്സ്. ഓരോ ഗോത്രത്തിൻ്റെയും തലവൻ എങ്ങനെ അറിയപ്പെട്ടു? രാജൻ എന്നറിയപ്പെട്ടു. ദ ചീഫ്റ്റെയിൻ ഓഫ് ഈച്ച് ട്രൈബ് വാസ് നോൺ ആസ് രാജൻ അല്ലേ. ഇനി അടുത്ത് പറയുന്നത് അന്നത്തെ ആരാധന, പ്രാർത്ഥന, അവരുടെ പ്രധാന ആരാധനാ മൂർത്തികൾ ആരൊക്കെയായിരുന്നു? ഋഗ്വേദ കാലത്തെ ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങിയ ദേവതമാരെയും ആരാധിച്ചിരുന്നു. Idols worshipped by the people. During the Rigvedic period, people worshipped the gods such as Indra, Varuna and Agni and gods such as Aditi and Ushas. ഓക്കെ, അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ ദേവന്മാരെ ആരാധിച്ചിരുന്നു ജനങ്ങൾ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദേവന്മാരെയും ദേവതമാരെയും. ഓക്കെ, ഇനി
ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന ഒരു മൺപാത്രമാണ്. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ഇന്ദ്രൻ, വരുണൻ, അഗ്നി എന്നീ ദേവന്മാരെയും അതിഥി, ഉഷസ് തുടങ്ങി ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഓക്കെ. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾക്ക് ചാരനിറമായിരുന്നു. ചിത്രത്തിൽ കാണുന്നത് അന്ന് ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളിൽ ഒന്നിൻ്റെ ശേഷിപ്പാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ദ പോട്ടറി യൂസ്ഡ് ഇൻ ദിസ് പീരിയഡ് വാസ് ഗ്രേ ഇൻ കളർ ആൻഡ് വാസ് നോൺ ആസ് ഗ്രേ വെയർ. ദ ഗിവൺ പിക്ചർ ഈസ് ഓഫ് ദ റിമൈൻഡ് ഓഫ് എ ഗ്രേ വെയർ യൂസ്ഡ് ഇൻ ദ ഋഗ്വേദിക് പീരിയഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അവരുടെ ജീവിതം പറഞ്ഞു, അവരുടെ തൊഴിൽ പറഞ്ഞു, പിന്നെ അവരുടെ കൃഷിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ, അവരുടെ ആയുധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നിങ്ങളുടെ വർക്ക്ഷീറ്റാണ്. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഋഗ്വേദ കാലത്തെ ജീവിതത്തെ ഹാരപ്പയിലെ ജീവിതവുമായി താരതമ്യം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഹാരപ്പൻ സംസ്കാരം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അവരുപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ചെമ്പുകൊണ്ടും വെങ്കലം കൊണ്ടും ഉണ്ടാക്കിയവയായിരുന്നു. അവരുടെ മുഖ്യ തൊഴിൽ കൃഷിയായിരുന്നു. മറ്റു തൊഴിലുകൾ ഇഷ്ടിക നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, തുണി നെയ്ത്ത്, കച്ചവടം. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ഋഗ്വേദകാലം എഴുതണം. ഋഗ്വേദകാലത്തെ ഉപകരണങ്ങൾ എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുമാണ് അല്ലേ. മുഖ്യ തൊഴിൽ എന്താണ്? കന്നുകാലി വളർത്തലാണ്. മറ്റു തൊഴിലുകളിൽ നമുക്ക് കൃഷിയും എഴുതാം അല്ലേ. അപ്പോൾ കമ്പയർ ദ സോഷ്യൽ ലൈഫ് ഓഫ് ഋഗ്വേദിക് പീരിയഡ് വിത്ത് ദാറ്റ് ഓഫ് ദ ഹാരപ്പ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ് ആണ്. ഋഗ്വേദിക് പീരിയഡിലും എന്താണ്? മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്. മേജർ ഒക്യുപ്പേഷൻ ഹാരപ്പൻ സിവിലൈസേഷനിൽ അഗ്രികൾച്ചർ ആയിരുന്നെങ്കിൽ ഋഗ്വേദിക് പീരിയഡിൽ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. അതർ ഒക്യുപ്പേഷൻസിൽ ഹാരപ്പൻ സിവിലൈസേഷനിൽ എന്തൊക്കെയാണ്? ബ്രിക്സ് മേക്കിംഗ്, പോട്ടറി മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, വീവിംഗ് ആൻഡ് ട്രേഡ്. എന്നാൽ ഋഗ്വേദിക് പീരിയഡിൽ അത് അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ പ്രവർത്തനം പൂർത്തിയാക്കുക. നോട്ട്സൊക്കെ എഴുതുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.